കഥ ഇന്നുവരെ വിഷ്ണു മോഹൻ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ ഒരു പ്രണയ ചിത്രമാണ്. 4 പ്രണയങ്ങൾ കാണിച്ചു പോകുന്ന ഒരു സിനിമ. അപ്പോൾ ഇതിൽ പ്രണയങ്ങളെന്ന് പറയുമ്പോൾ പല കാലഘട്ടത്തിൽ നടക്കുന്ന പ്രണയങ്ങളാണ്. ഇപ്പോൾ ബിജു മേനോൻ, മേതിൽ ദേവിക അവരുടെ ഒരു പേരുണ്ട്. പിന്നെ ഹക്കിം ഷാ, അനുശ്രീ അവരുടെ ഒരു ഇതുണ്ട്. നിഖില വിമൽ, അനു ഇവരുടെ ഒരു പ്രണയം. പിന്നെ പിള്ളേരുടെ 2 പേരെ പ്രണയം. ഇതിങ്ങനെ കാണിച്ച് പോവുകയാണ്. എന്ന് പറഞ്ഞത് ആന്തോളജി അല്ല, ഒന്ന് തീർന്നിട്ടല്ല അടുത്തത് വരുന്നത്. ഓരോന്ന് പാരലലി കാണിച്ച് ആ പ്രണയം ബിൽഡ് ചെയ്ത് വരുന്നതും അതിൻ്റേതായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് സിനിമയ്ക്കകത്തുള്ളത്. അപ്പോൾ ഇതിൽ ആ കുട്ടികളുടെ ആ ഒരു റിലേഷൻഷിപ്പ്, അവരുടെ ആ ഒരു പ്രണയം വരുന്നത് അതൊക്കെ നല്ല ക്യൂട്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അതുപോലെ ബിജു മേനോൻ, മേതിൽ ദേവിക, അതിൽ മേതിൽ ദേവിക നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു കെമിസ്ട്രിയും അതും അവിടെ നമുക്ക് പ്രണയം നമുക്കിവിടെ ഫീൽ ചെയ്യും. അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ മറ്റേ ഈ അനു മോഹൻ്റെയും നിഖില വിമലിൻ്റെയും അത് എത്രത്തോളം ആ പ്രണയം എസ്റ്റാബ്ലിഷ് ആയതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ അനുശ്രീയുടേത് അത് പലയിടത്തും ഒരു ക്രിഞ്ച് ഫീല് പല സീനുകളിലും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളൊക്കെ മാറി തിരിഞ്ഞ് വരുന്നതുകൊണ്ട് നമുക്കിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. സിദ്ദിഖും രഞ്ജി പണിക്കരും അവർക്ക് കൊടുത്തിരിക്കുന്ന റോള് ചെയ്തു പോയിട്ടുണ്ട്. കോട്ടയം രമേശ്, തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്ന കോട്ടയം രമേശിനെ കാണാൻ പറ്റും. പിന്നെ കൃഷ്ണപ്രസാദ്, നമ്മുടെ ബാദുഷാ ഖാൻ ഒരു ചെറിയ റോൾ ചെയ്തു പോയിട്ടുണ്ട്. അപ്പുണ്ണി ശശി കിടിലോടെ അങ്ങേരെ ക്യാരക്ടറും അങ്ങേരെ അതിനെ ലിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതുണ്ട്. അത്ര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ഈ സിനിമയിൽ ഏറ്റവും അധികം ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു കഥാപാത്രം പുള്ളി തന്നെയായിരുന്നു. പിന്നെ ജോർദി, കിഷോർ സത്യ ഇവർ 2 പേരാണ് ഒത്തിരി കലിപ്പന്മാരായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പടം പോയി. ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ പോയിട്ട് പല കോൺഫ്ലിക്റ്റുകൾ എല്ലാവരുടെ ആ പ്രണയത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിൽ കുറേയൊക്കെ ഭയങ്കരമായിട്ട് ഏച്ച് കിട്ടി വെച്ചിരിക്കും പോലെ എനിക്ക് ഫീൽ ചെയ്ത്. നാച്ചുറലി സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് അല്പം വ്യത്യാസമായിട്ട് ഭയങ്കര ഡ്രാമാറ്റിക്കായിട്ട് പോയതുപോലെയുണ്ട്. അവസാനം അങ്ങനെ പോയി ക്ലൈമാക്സിൽ കുറച്ച് കാര്യങ്ങൾ റിവീൽ ആവുന്നുണ്ട്. ജോമോൻ ജോണിൻ്റെ സിനിമോട്ടോഗ്രഫിയും, ജോമോൻ ജോൺ നമ്മളെ ARMനാണ് ലാസ്റ്റ് ചെയ്തത്. അതുപോലെ അശ്വിൻ ആര്യൻ്റെ മ്യൂസിക്കും പാട്ടുകളൊക്കെ അത്യാവശ്യം നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ഡയറക്ഷനിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു. ഇപ്പം ഷോട്ടുകൾ ചേഞ്ച് ആവുന്ന സമയത്ത് അവിടെ ഭയങ്കര കണ്ടിന്യൂറ്റി പ്രശ്നങ്ങളോ പലയിടത്തും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആംഗിളിൽ ഒരാൾ നിൽക്കുന്ന എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്ത് അടുത്ത ആംഗിൾ എടുക്കുമ്പോഴേക്കും അവർ വേറെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് വീണ്ടും ഇതിലോട്ട് തന്നെ വരുമ്പോൾ പഴയ എക്സ്പ്രഷൻ റീറ്റേക്ക് ചെയ്യണം. അത് എഡിറ്റിങ്ങിൽ ഷമീർ മുഹമ്മദും ആ വിഷയങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം പുള്ളി ഗംഭീരമായിട്ട് എഡിറ്റ് ചെയ്യണം ആളാണ്. അതുപോലെ തന്നെ ഈ ഡബ്ബിങ്ങിൻ്റെ ലിപ്പ് പലർക്കും പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു കുഞ്ഞു പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. ഇടയ്ക്കൊക്കെ ഒരല്പം വലിച്ചിലും കാര്യങ്ങളൊക്കെ കുറച്ച് ക്രിഞ്ച് ഇതൊക്കെ സിനിമയിലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഫാമിലി ഓഡിയൻസിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു കൊച്ചു പ്രണയ ഫീൽ ഗുഡ് പടമായിട്ടാണ് ഈ പടം എനിക്ക് ഫീൽ ചെയ്തത്.